അർഹതപ്പെട്ട കൈകളിലാണ് അംഗീകാരം ഏൽപ്പിച്ചതെന്ന തിരിച്ചറിവാണ് സംഘാടകരെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്. സാഹിത്യവേദിയുടെ കഥാപുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് കുമാരി ആമി ES നടത്തിയ മറുമൊഴിയിൽ നിന്ന്. തൃശൂർ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആമിക്കുട്ടി. വീട്ടിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോ അതിന്റെ കുറച്ച് ക്ഷീണങ്ങളൊക്കെ എന്റെ അനിയന്റെ ഇവിടെ കണ്ടപ്പോ എനിക്ക് വേഗം പോകാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാ ഈ കഥ ഞാനൊരു 10 തവണകൾ ഇതിന് എഡിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങള് സമയം കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ തവണ എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് എന്റെ കഥ കേട്ട ഒരാൾ കരഞ്ഞാലേ തൃപ്തിയാവുള്ളൂ. അപ്പോ അച്ഛനെ ആണെങ്കിൽ ഞാൻ ഈ കഥ എഴുതി കഴിഞ്ഞിരുന്ന് കേൾപ്പിക്കാം. 1ാമത്തെ തവണ കേൾപ്പിക്കുമ്പോ പറയും ആ നിലപാട് ശരിയല്ല, അത് തെറ്റാണ്, അത് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറയും. പിന്നെ പറയും ഇങ്ങനെ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ട്, അത് അതുക്കും വലിയ പ്രശ്നമാണ്, അതും മാറ്റണം. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ മാറ്റി അവസാനം 10ാമത്തെ തവണ ഞാൻ എന്റെ അച്ഛനെ കഥ കേൾപ്പിക്കുമ്പോ അച്ഛന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴും. അപ്പോഴാണ് ആ കഥ വായനക്കാർക്ക് കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇവിടെ അല്ലാട്ടോ കൊടുത്തത്, ഒരുപാട് കഥാമത്സരത്തേക്ക് വേണ്ടിയിട്ട് വീണ്ടും ഈ കഥകൾ ഇതിന് മുന്നേ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒന്ന് തൃപ്തിപ്പെട്ട് എഴുതിയത് ഇവിടെ കൊടുത്തപ്പോഴാണ്. അപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മളെങ്ങനെ കഥ എഴുതണേ? എനിക്ക് കുട്ടികളുടെ മറുപടിയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ നമ്മുടെ വയറിംഗ് കണക്ഷൻ ഇല്ലാത്ത മൈക്കായിരുന്നെങ്കിൽ ഞാൻ തൃശ്ശൂർ ഇങ്ങനെ കുട്ടികളുടെ ഇടയിൽ ക്ലാസ് എടുക്കാൻ പോകും. അപ്പൊ അവരുടെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് ഓരോരുത്തരടുത്ത് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയാണ് അവരുടെ പേടിയൊക്കെ മാറ്റിയെടുക്കാത്ത. ഞാനും അങ്ങനെ ഒക്കെ വന്നതാണ്. എന്റെ അച്ഛന്റെ ക്ലാസ്സും അതിലൊരു മുഖ്യമായിട്ടുള്ളൊരു ഉദാഹരണമാണ്. കഥകൾ എഴുതാന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്കിടയിൽ തന്നെ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. നമ്മുടെ യൂറിക്കയിൽ വായിച്ചിട്ടുള്ള ജീവമാഷിന്റെ കഥകളും നമ്മുടെ കേരളത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സന്തോഷിച്ചിക്കാനായിക്കോട്ടെ, TD രാമകൃഷ്ണൻ ആയിക്കോട്ടെ, KR മീര ആയിക്കോട്ടെ, ഇനി ലോക ക്ലാസിക്കൽ എടുത്ത് നോക്കൂ, അവിടെ ആൻഡൻ ചെക്കോ ഉണ്ട്, ലിയോ ടോൾസ്റ്റോയ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മാക്സിം ഗോർക്കി ഉണ്ട്. ഇവരൊക്കെ പുസ്തകങ്ങൾ വായിക്കുന്നതിന്റെ ഒരു വലിയ കാര്യം വെച്ചാൽ നമ്മുടെ മനുഷ്യർ ഒരുപാട് വലിയ തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ മാറ്റും. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ക്ലാസ്സിൽ കുട്ടികളെ ഞാൻ പറയുന്നത്, നമ്മുടെ ക്ലാസ് മുറിയിലോട്ട് ഒരു കറുത്തിട്ടോ ഒരു വെളുത്തിട്ടോ ഒരു കുട്ടി കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഡ്രസ്സിംഗ് സെൻസ് ഉണ്ടോ, അവൻ കണ്ണാപ്പിയാണോ, അവനക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് നോക്കി ജഡ്ജ് ചെയ്യുന്ന ഒരു പ്രത്യേകതര സ്വഭാവം നമ്മുടെ കുട്ടികളുടെ ഇന്ന് ക്ലാസ് മുറിയിൽ നമുക്ക് കാണാം. അതും ഒരു ചെറിയ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ ഭാവിയിൽ അത് വലിയ തരത്തിലുള്ള ഒരു പ്രശ്നമാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോ അതുപോലുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമ്മളെ വായന സഹായിക്കും, കഥകൾ സഹായിക്കും, നാടകങ്ങൾ സഹായിക്കും, കവിതകൾ സഹായിക്കും. ഞാൻ അവസാനമായിട്ട് ഒരു കവിത പാടിയിട്ട് വേഗം അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സും ഈവനിങ് ഒക്കെ ഉള്ളതല്ലേ. അപ്പോ അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഈ കഥകളും കവിതകളൊക്കെ എഴുതുമ്പോ നമ്മൾ ജാതി മറന്നുപോകും, മതങ്ങൾ മറന്നുപോകും, നമ്മുടെ മനുഷ്യത്വം എന്താണെന്ന് തിരിച്ചറിയും എന്നുള്ള കാര്യമൊക്കെ ഒന്ന് പോയിന്റ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ പറയാനുള്ളത്, നമ്മുടെ കുമാരനാശാന്റെ തള്ളയും കുഞ്ഞെന്ന് പറഞ്ഞൊരു കവിത ഉണ്ട്. ഇവിടെ 4ാം ക്ലാസ്സുകാർ എനിക്ക് പോയിന്നാണ് തോന്നുന്നത്. 4 3 എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. ആ കവിത ഞാൻ ജസ്റ്റ് ഒന്ന് പാടിയിട്ട് അവസാനിപ്പിക്കാം. നിങ്ങളൊക്കെ ധൃതി പിടിച്ചിരിക്കലാണ് എനിക്കും പോകാൻ ടെൻഡൻസി ആയിക്കൊണ്ടിരിക്കാം. അതിനുവേണ്ടി എനിക്കൊരു സഹായം ചെയ്യണം. എല്ലാവരും ഒന്ന് കണ്ണടച്ച് നിൽക്കണം. കണ്ണടച്ചിരിക്കുവോ? മുതിർന്ന കൂട്ടുകാരോടും കൂടെ കേട്ടോ പറഞ്ഞത്, കണ്ണടച്ചിരിക്കുക. ബാക്കിലിരിക്കുന്നവരെല്ലാവരും കണ്ണടച്ചിരിക്കണം. എന്നിട്ട് ഈ കവിത ഒന്ന് ആസ്വദിക്കണം. ഞാൻ പാടാൻ ഉദ്ദേശിച്ച പാട്ട് ഇതല്ല, പക്ഷെ ഇപ്പൊ ഇത് പാടാനേ തോന്നുന്നുള്ളൂ. പാടട്ടെ? ഈ വല്ലിയിൽ നിന്നു ചെന്നേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റേ നിനക്കുന്നി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. മേൽക്കുമേലങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കുമെന്തൊരു ഭംഗി. അയ്യോ പോയി കൂടി കളിപ്പാൻ അമ്മേ വയ്യ എനിക്കു പറപ്പാൻ. ആവാത്തതിങ്ങനെ ചുമ്മാ മഴ എന്നോമലുങ്ങി. പിച്ച നടന്നു കളിപ്പൂ ഈ പിച്ചകമുണ്ടോ നടപ്പൂ. അമ്മട്ടിലായതെന്നാൽ ഞാനൊരു ഉമ്മ തരാമമ്മ ചുമ
കണ്ണുറന്നോ? ദൈവസങ്കല്പം എന്ന് പറയണമെന്നില്ല കേട്ടോ, പ്രകൃതി സങ്കല്പം എന്ന് വേണം പറയാനായിട്ട്. അപ്പോ അവസാനമായിട്ട് ഞാൻ പറയുന്നത്, വയനാട്ടിൽ ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ വന്നതിനെക്കാട്ടും കൂടുതൽ ഇത്തവണ വന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ സ്കൂളിൽ ആദ്യം കയറുമ്പോ എന്റെ അതേ പ്രായക്കാരായ കാരണം എനിക്ക് എങ്ങനെ നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ പേടിയൊക്കെ പോയി. പെരിക്കല്ലൂരിലെ വിദ്യാലയത്തിലുള്ളവരും നമ്മുടെ സാഹിത്യവേദി പുരസ്കാരം എനിക്ക് അർഹതയുണ്ടെന്ന് തെളിയിച്ചു തന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മാതാപിതാക്കൾക്കും ഇവിടെ ഇരിക്കുന്ന അധ്യാപകർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.